എല്ലാവരും സൈഡ് വഴി കൊടുക്കണം. എന്റെ പെണ്ണുമ്പോൾ ഒരു ഹുമ്മ് വിട്ടിട്ടുണ്ട്. നിന്റെ ഹുമ്മ് ആ സൈഡ് വഴി പോയിട്ട് നിന്റെ ഹുമ്മ്. നിങ്ങളിപ്പോ എന്തിനാ എന്നെ നോക്കി ഹും വെച്ചേ? ഹുമ്മല്ലി വെച്ചല്ല, നിന്നെ ഉമ്മയൊന്നും വെച്ചില്ലല്ലോ. അയ്യോ, ഉമ്മൊക്കെ അങ്ങോട്ട് വന്നാലും മതി. 2 കൊല്ലമായി ഒരു ഉമ്മ വന്നിട്ട്. അതല്ലല്ലോ, 2 കൊല്ലല്ലേ നമ്മള് രണ്ട് വീട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് എന്റെ മോനാണ് കഷ്ടപ്പെടുന്നത്. 6 മാസം അവിടെ ഷട്ടിലടിക്കാൻ. എനിക്കറിയായിരുന്നു ഈ 6 മാസം അവൻ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴേ എനിക്കറിയായിരുന്നു അവന് വിളവ് കൂടുന്നു. 6 മാസം കൂടുമ്പോ വിളവെടുക്കാൻ നിന്റെ മോൻ തടി 6 മാസം കപ്പേ പറയിപ്പിക്കരുത് കേട്ടാ. നിസ്സാരം ഒരു കാര്യത്തിലല്ലേ നിങ്ങൾ എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് പോയത്. അത് പറ നിസാർ പറ. നിസാർ നിന്നെ എന്തിനടി വിളിക്കണം? പറയണ നിസാറിന്റെ ഭാര്യനെ കൊണ്ട് നിങ്ങൾ ഇതിനെ സിനിമയ്ക്ക് പോയത് ഇതടവ് എന്തെങ്കിലും പറയുമ്പോ ചിരിച്ചോണ്ടിരുന്നാ മതി. അപ്പൊ അതിനകത്ത് കള്ളത്തരം ആലോചിക്കാമല്ലോ. ഉത്തരം പറ. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇവൾ അപ്ഡേഷൻ അല്ല, ഇവൾ ഇപ്പോഴും പഴയ 5ാം ക്ലാസ്സിൽ കിടക്കാണ്. ഞാനെന്ന് പറഞ്ഞ അല്പം ഇത്തിരി അപ്ഡേഷൻ ആണ്. ഞാൻ ചുമ്മാ വെറുതെ സമയം പോകുന്ന സമയത്തൊക്കെ ഞാൻ സിനിമയൊക്കെ കാണാൻ പോകുന്ന ആള്. അങ്ങനെ ഞാൻ ബുക്ക് മൈ ഷോയിൽ ഒരു ചുമ്മാ വെറുതെ ഇരുന്നപ്പോ ഒന്ന് ബുക്ക് ചെയ്തു. ഒരു ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു. ഞാൻ നേരെ തിയേറ്ററിൽ ചെന്ന് അതിശയമെന്ന് പറയട്ടെ, ഈ പുള്ളിയുടെ ഭാര്യ അവിടെ വന്നിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുടനെ എന്റെ അടുത്ത് ചോദിച്ചു, അണ്ണ എന്താണ് ഇവിടെ ബാബുവേട്ടൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചുമ്മാ ഞാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഒറ്റയ്ക്കാണ് വന്നത്, പുള്ളിയെ കൊണ്ടുവന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചീനെ എന്താ കൊണ്ടുവരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മളിപ്പോ കുറച്ചു നാളായിട്ട് പിണങ്ങിയിരിക്കുകയാണ്. അപ്പൊ അവള് പറയാണ് സൗകര്യം ആയില്ലേ, അല്ല ഇഷ്ടം പോലെ കിടക്കയല്ലേ, സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെതുക്കെ അവിടെ ഇരുന്നിട്ട് ഞാൻ സംഭവം വേറെ ഒന്നല്ല, ഞാനാണെങ്കിൽ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ എനിക്ക് വല്ലതും കുറയ്ക്കണം. ഒരു പോപ്കോൺ വാങ്ങിച്ചു. ഈ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെയാണ് ഇരിക്കണത്. ഈ പോപ്കോൺ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്റേതാണോ അവിടെ ഇരിക്കുന്ന അവരതാണോ എന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ ഞാനും അവളും കൂടി അതിനകത്തുനിന്ന് ഒരുമിച്ച് കയ്യം കിട്ടു കൊടുത്തു. ഒരു പോപ്കോൺ അവൾക്ക്. അത്രയാണ് സംഭവിച്ചത്. ഇതിപ്പോ കയ്യിന്ന് പോയപ്പോ കയ്യിന്നിട്ട് കളിച്ചാന്ന് എനിക്ക് മനസ്സിലായി. അതവിടെ നിൽക്കട്ടെ, അത് ഞാൻ പിന്നെ പെട്ടോളൂ. ഇപ്പൊ ഇവിടുത്തെ വിഷയം പറ. എന്റെ മോനെ എന്നെ നോക്കാൻ നിങ്ങൾ പറഞ്ഞാലേ ഇനി നിങ്ങൾക്ക് എന്റെ മോന്റെ ആവശ്യമില്ല, മനസ്സിലായോ? ഞാൻ എന്റെ മോനെ വളർത്തിക്കൊള്ളാം കേട്ടാ. അത് നീ എന്ത് വർത്താനം നിന്റെ മോത്ര ആവത്തോളാം, എന്റെ മോനല്ലേ. അതെനിക്ക് സംശയമുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ സംശയമുണ്ട്. ഇത് ഞാനൊരു പിടിക്കുന്നുണ്ട് കേട്ടാ. അത് ഞാനല്ലേ പറയാനുള്ള ആരെങ്കിലും പറഞ്ഞോട്ടെ. ഇപ്പൊ ഇവിടെ സാർ എവിടെ? സാർ ഇപ്പൊ സമാധാനപ്പെട്ട് സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് ഒപ്പിടുക പോവുക, അത്രേ ഉള്ളൂ. ലിവിങ്സ്റ്റൺ അത് സാറേ വന്നുടനെ ഒരു ഏമ്പക്കം. പിന്നെ വായന അച്ചപ്പം പറിച്ചു വിടാൻ പറ്റുമോ? അല്ല നിങ്ങൾ ആരാ മനസ്സിലായില്ല? ദക്ഷന്റെ അമ്മയാ. അച്ചാമ്മയെ പറ. അച്ചാമ്മയോ? പിന്നെ അച്ഛന്റെ അമ്മയെന്ന് പറഞ്ഞ് അച്ഛന്റെ അമ്മയല്ല, ദക്ഷൻ VSന്റെ അമ്മയാണ്. അപ്പൊ ഇത് അച്ഛൻ. ദക്ഷൻ VSന്റെ അച്ഛനും അമ്മേനെ എന്റെ കൈ കിട്ടാൻ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ദേ നിങ്ങളുടെ മോനായതും കൊണ്ട് പറയല്ല, ഇത്രയും എന്റെ കൂടെ നിൽക്കായിരുന്നു സാർ. എന്നെ കേട്ട ഒരു ചറക്കൻ കൊണ്ടുപോയതാണ് സാർ. പിന്നെ പഠനകാര്യം എടുത്താൽ ഇങ്ങനെ അവൻ എന്റെ കൂടെ നിൽക്കായിരുന്നു. പഠിക്കാൻ മടിയുള്ളൊരു പ്രാന്തൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സാറേ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ച? അത് പറയും. അത് വേറൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ പഠനയാത്രയ്ക്ക് വേണ്ടിയിട്ട് പിള്ളേർ ഒരു കിണർ കാണിക്കാൻ കൊണ്ടുപോയി. ഈ കിണറിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം, കൂത്താടി, കൊതുക്, ഇതിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിള്ളേരെ കൊണ്ടുപോയത്. ഇതിനെ അങ്ങനെ വിളിച്ച് കാണിച്ചുകൊണ്ടിരുന്നപ്പോ നിങ്ങളുടെ മോൻ ഈ കാലൻ എന്നെ കാലെ പിടിച്ച് നേരെ പൊക്കി താഴത്തേക്ക് ഒരൊറ്റയേറ്. ഞാൻ താഴെ കിടന്നപ്പോ ഇവൻ കൂട്ടുകാരോട് പറയാ, ആണ്ട കിടക്കണ ആഫ്രിക്കൻ മുഷിന്ന് പറയും. ഇങ്ങേരല്ലേ മോൻ? സത്യം പറഞ്ഞാണി അതിനല്ല ഞാൻ വരാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ കൊച്ചിനൊരു കേട്ടെഴുത്തിട്ടു. അന്നേരം ഇവന്റെ കയ്യിൽ പേനയില്ല, പേന കൊണ്ടുപോയി കളഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടില്ല അത്. ഞാൻ അവനെങ്കിൽ വിളിച്ചു, എടാ സ്വന്തം കാരണന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പേന മേടിച്ചു കൊടുക്കണത്, അത് നീ എവിടെ കൊണ്ടുപോയി കളഞ്ഞടാന്നും ചോദിച്ചുകൊണ്ട് ചൂടിലെടുത്ത് വന്നപ്പോ അവൻ ആ ചൂടില് മേടിച്ച് എന്റെ ചന്തി കിട്ടി എട്ടടി. നീറിപ്പുകഞ്ഞ ചന്തിയായിട്ട് ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് എന്നിട്ട് ഒറ്റത്തോർത്തോർത്തുകൊണ്ട് ഫാൻ ഫുൾ സ്പീഡ് വിട്ട് കമന്നങ്ങനെ കിടക്കുക. അപ്പൊ എന്റെ ഭാര്യ വന്നേച്ച് പറയാ, ആരാ ഈ അൽഫാം പറഞ്ഞത് ഇവിടെ കൊണ്ടുപോയി കമത്തിയിട്ടേക്കടേത്? സത്യം പറഞ്ഞ
ഞാൻ ഇതേവരെ അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. കുഴപ്പമില്ലെന്ന്. എന്ത്? ഊരൽ വെച്ച് ചന്തിയിലടിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഒരു നിക്കർ ഞാൻ വാങ്ങിച്ചു തരാം. നിക്കറി തന്നെ പറഞ്ഞു. പിന്നെ? ഞാൻ ഈ സംഭവത്തിൽ നിന്ന് റിക്കവർ ആയിട്ടില്ലെന്ന്. അങ്ങനെ 5 വയസ്സല്ലേ ഈ കൊച്ചിനുള്ളൂ. അതെ സർ. നിങ്ങൾ ഈ അച്ഛനും അമ്മയും രണ്ട് സ്ഥലത്തായി കഴിഞ്ഞാൽ ഈ കൊച്ചിന്റെ മനസ്സ് നോവില്ലേ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞ് രമ്യതയിലാക്കി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, ഈ കൊച്ചിന്റെ ഭാവിക്ക് വേണ്ടിയെങ്കിലും. നടന്നു തന്നെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സിമ്പിളായിട്ട്. നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാകാം, അതുമല്ലെങ്കിൽ നിങ്ങൾ ബെഡ്റൂമിൽ സ്വകാര്യ നിമിഷങ്ങളിലാവാം. ഓപ്ഷൻ 2, ബെഡ്റൂമിലെ സ്വകാര്യ നിമിഷങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾ രണ്ടുപേരും രമ്യതയായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞ് മാനസികമായിട്ട് ഐക്യമായിട്ട് ജീവിക്കണം. ഈ കൊച്ചിന് വേണ്ടിയിട്ട് എന്ത് വേണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിൽ ഡൈവോഴ്സ് ആകാനുള്ള കാരണം എന്നാ? ഇവളെ കല്യാണം കഴിച്ചാൽ അത് എന്നെ ഡൈവോഴ്സ് ആവാനുള്ള കാരണം. എടാ കാല, ഇത്രയും കൗണ്ടർ വായിൽ വെച്ചിട്ടാണോ ഇത്രയും നേരം മിണ്ടാണ്ടിരുന്ന് പുഴുങ്ങിക്കൊണ്ട് നിന്നത്? അതല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾ തമ്മിൽ വഴക്കിടാനുണ്ടായ കാരണം എന്താ? അത് ചോദിക്കാം, അത് ഞാൻ പറയാം സാറേ. ഞാനാണ് അനുഭവിച്ചത്, അതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ അനുഭവിച്ചില്ല. നിങ്ങൾ അനുഭവിച്ചു. നിങ്ങൾ എന്തോ അനുഭവിച്ചു? ഞാൻ അനുഭവിച്ചത്. ഞാൻ അനുഭവിച്ചില്ല. എന്തോന്ന് അനുഭവിച്ചു? ഞാൻ അനുഭവിച്ചു. എന്തനുഭവിച്ചു നിങ്ങൾ പറയും. കാര്യം പറ. നീ പറയടി. നീ പറയടി. നീ എവിടെ നീ പറയടി. അല്ലാതെ എന്റെ അടുത്തോട്ട് എന്താ സാറേ? എനിക്ക് ഒച്ച ഉണ്ടാവില്ല. ഒലിപ്പിക്കല്ലേ? കിട്ടണോ? അല്ല എന്നെ നിങ്ങൾ തീരുമാനിക്കണത്. എന്തോ പറയണ സാറേ, അവിടുത്തെ പറഞ്ഞ് മനസ്സിലാക്കുക സാർ. നിങ്ങൾ എന്ത് തീരുമാനിച്ചു? കാര്യം പറ. സാറ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്റെ മോന് വേണ്ടി ഞാൻ പോവാം. അതവിടെ പറ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മോന് വേണ്ടിയിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, എനിക്കും കുഴപ്പമൊന്നുമില്ല ചെന്ന് പറഞ്ഞത്. പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല വരാതെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച വരാൻ പറ, ഞാൻ പോവാൻ തയ്യാറാന്ന് പറ. അങ്ങനെ ഒരു അടുത്ത ആഴ്ച വരാം, കുഴപ്പമില്ലാതെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല ചക്കരി. ഇതുകൊണ്ട് കൊടുത്തേക്കട്ടെ. കൊടുത്താൽ കൊല്ലിഞ്ഞ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ച് രമ്യതയിലാക്കി ആ കൊച്ചിനെ വിളിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോകും. കുഴപ്പമൊന്നുമില്ല മക്കളെ, എനിക്ക് കൈ പിടിപ്പിക്കുന്നു. അതോ അയ്യോ ആരായാലും സാറേ സാറേ ചിരിക്കാതെ കാര്യം പറ സാറേ. കുഴപ്പമൊന്നുമില്ല. വാ. ശരി സാറേ. ഓക്കെ. ഹലോ വക്കീലേ, 19 തീയതി എനിക്ക് പറ്റൂല. ഡൈവോഴ്സ് വേണി അവളോട് മേടിക്കാൻ പറ. പിന്നെ എന്റെ 2 പിള്ളേരാ, അവരെ എന്റെ കൂടെ വെക്കും. പിന്നെ പുല്ല്. Kannan Devi Group presents West on Flowers Aka Ponnonakazha 2025.